പുതുക്കുളങ്ങര ഗവൺമെൻറ് LPS ശതാബ്ദി ആഘോഷം നടന്നു. ഇതോടൊപ്പം പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഒരുക്കിയിരുന്നു. പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. G. സ്റ്റീഫൻ MLA അധ്യക്ഷനായിരുന്നു. കവിയും നാടകകൃത്തുമായ പിരപ്പൻകോട് മുരളി മുഖ്യപ്രഭാഷണം നടത്തി. പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും ചേർന്ന് വാങ്ങിയ 300 കസേരകളുടെ കൈമാറ്റവും ചടങ്ങിൽ നടന്നു. 1924 ആരംഭിച്ച കാറ്റാടി പള്ളിക്കൂടമാണ് പിൽക്കാലത്ത് സർക്കാർ ഏറ്റെടുത്ത് പുതുക്കുളങ്ങര സ്കൂളാക്കി മാറ്റിയത്. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കാനെത്തി. ഒരു സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അത്യധികം സന്തോഷമുണ്ടെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. മനോഹരമായൊരു ഗാനവും കുട്ടികൾക്കായി ഇദ്ദേഹം പാടി. ഒരു ചിത്രം വരയ്ക്കാനും മറന്നില്ല. പാടുക പൂങ്കുയിലെ എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നിലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, എന്നിലെ കിനാവുകൾ ഉണർത്തമല്ലേ. ഒച്ചത്തിൽ മിഴിക്കല്ലിൽ നീ എൻ്റെ ഹൃദംഗമേ, സത്യശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. ഒച്ചത്തിൽ മിഴിക്കല്ലിൽ നീ എൻ്റെ ഹൃദംഗമേ, സത്യശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. എത്രയോ ദൂരമെങ്ങോട്ടൊപ്പം നടന്ന പദഭക്തങ്ങൾ തരളമായി വീഴ്ത്തുമ്പോൾ. താരാട്ടിനൊയാത്ര നിഴലിൽ താമരമുകുടങ്ങൾ ഇരിയും വരെ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. റാണി എന്ന ചെറുപ്പക്കാരി മാനേജർമാർക്കെതിരായി പൊരുതി നേടിയ സ്ത്രീ സ്വാതന്ത്ര്യവും അധ്യാപക സ്വാതന്ത്ര്യവും ഒക്കെ വിശദമായി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ച് കാര്യങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ ഈ ചെറുകാടിൻ്റെ നാണി ബിസിനസ്സും അതുപോലെ തന്നെ കാരുവിൻ്റെ ചെറുകഥകളും വായിക്കുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇങ്ങനെ മാനേജർമാരുടെ തൊഴുത്ത് വൃത്തിയാക്കുന്ന ജോലിക്കാരായ അധ്യാപകരെ അധപ്പതിപ്പിച്ച ഒരു കാലത്താണ് 1957 EMSൻ്റെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് സഭ കേരളത്തിൽ വരികയും നമ്മുടെ വിദ്യാഭ്യാസം സാധാരണ ജനങ്ങൾക്ക് ജാതി മത ഭേദമന്യേ ഏറ്റവും താഴ്ന്ന ആളുകൾക്ക് ഒരു വിദ്യാഭ്യാസം ലഭിക്കത്തക്ക രീതിയിൽ ഒരു വിദ്യാഭ്യാസ നയം ആരംഭിക്കുകയും ചെയ്തു.
ഓം ശങ്കര